കരുനാഗപ്പള്ളിയിലെ കൊട്ടേഷൻ കൊലപാതകം കഴിഞ്ഞ് 3 ദിവസമായിട്ടും മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. മുഖ്യപ്രതി അലുവ അതുൽ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ മുന്നിൽ നിന്ന് അതുൽ രക്ഷപ്പെട്ടിരുന്നു. അതേസമയം മുഖ്യപ്രതി പങ്കജ് മേനോനെ സംരക്ഷിക്കുന്നത് CPM എന്ന ആക്ഷേപവും ഉയരുന്നു. എസ് വിനീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിനീഷ്, ഈ മുഖ്യപ്രതികളിലേക്ക് എത്താൻ പോലീസിന് തടസ്സമാകുന്നത് അതെന്താണ്? ആര്യ, കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയായ അലുവ അതുലിനായുള്ള അന്വേഷണവും അതുപോലെ തന്നെ പങ്കജിനായുള്ള അന്വേഷണവും ഊർജിതമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രതികൾ ജില്ല വിട്ട് പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ആലുവയിൽ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. എറണാകുളം പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. അവിടെ അലുവ അതിലും എത്തുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനെ തുടർന്നായിരുന്നു പരിശോധന. അങ്ങനെ അലുവ അതിലെത്തിയ കാറ് പോലീസ് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. കൈ കാണിച്ച് അപ്പോൾ തന്നെ വാഹനം നിർത്തിയെങ്കിലും അലുവ അതുൽ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുലിന്റെ ഭാര്യയും കുഞ്ഞും വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ അതുൽ അവിടെ നിന്നും ദൂരേക്കൊന്നും ഓടി രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം അവിടെ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും അതുലിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാം. അതുപോലെ തന്നെ കേസിൽ ഇതുവരെ 2 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ എന്ന രാജീവും പിന്നെ മനുവുമാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. ഈ പ്രതികൾക്ക് കാർ വാടകയ്ക്ക് എടുത്തു നൽകിയ ആളാണ് മനുവിനെ ഈ കൃത്യം നടന്ന ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ മനു പോലീസിന് മൊഴി നൽകിയത് തനിക്ക് ഈ ഗ്യാങ്ങുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ കൃത്യത്തിൽ മനു പങ്കെടുത്തിട്ടില്ല എന്ന് പോലീസിന് ബോധ്യമായെങ്കിൽ പോലും മനുവിന്റെ വീട്ടിൽ ഈ ഗ്യാങ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഒത്തുകൂടിയതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ മനുവിന്റെ മൊഴി പൂർണ്ണമായിട്ടും പോലീസ് വിശ്വാസത്തിൽ എടുത്തതുമില്ല. തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിലാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. ഈ കൊട്ടേഷൻ ടീമംഗങ്ങൾ കൃത്യം നടത്തുന്ന രീതി ഈ മനുവിന്റെ വീട്ടിൽ വെച്ചാണ് ഇവർ പരിശീലിച്ചത് എന്ന വലിയൊരു വിവരം പോലീസിന് ലഭ്യമായി. അതുപോലെ തന്നെ ഇവർ മാസ്കും മാരകായുധങ്ങളുമായിട്ട് ആയിരുന്നു അക്രമം നടത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ മാസ്ക് ധരിച്ചതും മാരകായുധങ്ങൾ എടുത്തതുമെല്ലാം ഇവരുടെ ഈ മനുവിന്റെ വീട്ടിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് മനുവിന്റെ മൊഴി പൂർണ്ണമായും ഈ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത് രാജപ്പന്റെ കാര്യമാണ്. രാജപ്പൻ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണ്. അതുപോലെ തന്നെ സ്ഫോടക വസ്തു എറിഞ്ഞാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ സ്ഫോടക വസ്തു അടക്കം നിർമ്മിക്കാൻ ഈ രാജപ്പനാണ് നിർമ്മിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാജപ്പനെ വിശദമായിട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായത്. പക്ഷേ മൊഴിയിലുണ്ടായ ചില വൈരുദ്ധ്യങ്ങൾ വലിയ രീതിയിൽ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന തരത്തിലേക്കാണ് എത്തിയത്. പക്ഷേ ഇതൊന്നും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. അന്വേഷണം കൃത്യമായി തന്നെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ആര്യ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഈ കൊട്ടേഷൻ നൽകിയതായി പറയപ്പെടുന്ന പങ്കജിന്റെ കാര്യം കൂടി പറയാതിരിക്കാൻ നിൽക്കില്ല. പങ്കജിന്റെ ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കൊട്ടേഷൻ ടീമംഗങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കം ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതോടുകൂടി പോലീസ് രാഷ്ട്രീയ ബന്ധം അതിന്റെ പിൻബലം കൂടിയാണ് ഈ കേസ് അന്വേഷണത്തെ ബാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എസ് വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.